ഇപ്പോൾ ഇൻഡിഗോയിൽ നമ്മളിപ്പം കാണുന്ന അത് അല്ലെങ്കിൽ ഇൻഡിഗോ നേരിടുന്ന പ്രതിസന്ധികൾ വാർത്തയായിട്ട് നമ്മളിപ്പോൾ എല്ലാം കേൾക്കുന്നുണ്ടല്ലേ. അതായത് നിരവധി ഇൻഡിഗോയുടെ വിമാനങ്ങളുടെ സർവീസുകൾ റദ്ദാക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റാകുന്നു. അതുമൂലം ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, യാത്ര ചെയ്യാതെ ഫ്ലൈറ്റ് ക്യാൻസലായി എയർപോർട്ടുകളിൽ തിക്കും തിരക്കും കൂട്ടുന്നു. ഇങ്ങനെയുള്ള നിരവധി വാർത്തകൾ നമ്മളിപ്പം കേൾക്കുന്നുണ്ട് അല്ലേ. ഇതെന്താണ് ഇതിനിങ്ങനെ ഒരു കാരണം ഉണ്ടായതെന്ന് ആർക്കെങ്കിലും അറിയാമോ? കാര്യം ഇപ്പോൾ വാർത്തകളിലെല്ലാം വരുന്ന പോലെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഇൻഫർമേഷനാണ്. അതായത് ഈ പൈലറ്റുമാർക്കും അതുപോലെ തന്നെ ക്യാബിൻ ക്രൂവിനും എല്ലാം അവർക്ക് വേണ്ട ക്ഷീണം മാറ്റാനായിട്ടുള്ള ഒരു ടൈമിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടുള്ള ടൈമിങ്, കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള മതിയായ സമയം കൊടുത്തുകൊണ്ടുള്ള പുതിയ ഒരു റോസ്റ്റർ റൂൾ ഇറക്കിയതാണ് ഇതിനെല്ലാം ഒരു കാരണമായി തീരുന്നത്. കാര്യം ഇതിൽ പറയുന്ന അനുസരിച്ച് ഒരുപാട് സർവീസ് നടത്തുന്ന ഒരു ആഭ്യന്തര വിമാന സർവീസാണ് ഇൻഡിഗോയ്ക്കുള്ളത് ഇന്ത്യയിൽ. അതായത് എയർ ഇന്ത്യയെക്കാളും ഒരുപാട് സർവീസുകൾ നടത്തുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളിൽ വെച്ച് ഏകദേശം ഒരു 60% സർവീസുകൾ നടത്തുന്നതും ഇൻഡിഗോയാണ്. അതായത് ഏകദേശം ഒരു 2000-ൽ കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. അതിൽ ഡെയിലി ഈ പറയുന്ന പോലെ ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് സർവീസുകളെല്ലാം നടത്തുന്ന ഒരു വലിയ നെറ്റ്വർക്കുള്ള ഒരു വിമാന ശൃംഖലയാണ് ഇൻഡിഗോയുടേത്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സമയം ക്രമീകരിക്കുന്നതിലും ടൈം ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതിലും എല്ലാം ഒരു താളം തെറ്റുന്നതിന് ഇടയാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് നമ്മളിപ്പം കാണുന്നത്. അതുമൂലം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ മറ്റു വിമാന കമ്പനികളെല്ലാം തന്നെ കുത്തനെ അവരുടെ ഇഷ്ടത്തിന് എമൗണ്ടുകൾ കൂട്ടുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനെതിരെയെല്ലാം സെൻട്രൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പൈലറ്റുമാർ ഒരുപാട് പൈലറ്റുമാർ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു നിയമം കൊണ്ടുവന്നതോടുകൂടി തന്നെ സമയക്രമങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈലറ്റുമാരുടെ എണ്ണത്തിന് തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നമായി. അതായത് മിതമായിട്ടുള്ള അളവിലുള്ള പൈലറ്റുമാരുടെ കുറവ് തന്നെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വേണ്ട ജീവനക്കാർ വേണ്ട സമയത്ത് ഈ പറയുന്ന പുനഃക്രമീകരിച്ചിട്ടുള്ള ഷെഡ്യൂളുകളിൽ വർക്ക് ചെയ്യാനായിട്ട് കിട്ടാതായി. അതേപോലെ തന്നെ ക്യാബിൻ ക്രൂവിൻ്റെ കാര്യവും. കാര്യം നൈറ്റ് ലാൻഡിങ്ങിനെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഒരു 6 എന്നുള്ളത് 2 വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. കാര്യം ഇവർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ട്. അതായത് ഡെയിലി 24 മണിക്കൂറിൽ ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് കിട്ടുക എന്നുള്ള ഒരു റൂളും കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്ക് കൂടുതൽ ടൈം വിശ്രമം കിട്ടുന്നതിനും അവരുടെ ആരോഗ്യം നോക്കുന്നതിനും അവർക്ക് വേണ്ട എല്ലാ പരിചരണം കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ റൂൾ കൊണ്ടുവന്നത്. പക്ഷേ നിരവധി സർവീസുകളുള്ള ഇൻഡിഗോയ്ക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ആ ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നാൽ ഈ പറക്കൽ സമയപരിധി തന്നെ വളരെ രീതിയിൽ കുറയ്ക്കുകയാണ് ഉണ്ടായത്. ഡെയിലി 8 മണിക്കൂർ, വീക്കിലി 35 മണിക്കൂർ, മന്ത്ലി 125 മണിക്കൂർ, ഇയർലി 1000 മണിക്കൂർ എന്നിങ്ങനെയാക്കി ഈ പറക്കൽ സമയപരിധി. അതുപോലെ തന്നെ ഈ സമയപരിധിയും അതുപോലെ തന്നെ ടൈമിംഗ് ഷെഡ്യൂളും എല്ലാം നിയന്ത്രിക്കുന്നതിന് ഉപരിയായിട്ട് പിന്നെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പോലെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ്, സാങ്കേതിക ഇഷ്യൂസ്, പിന്നെ ശൈത്യകാല പ്രവർത്തനങ്ങളിലുണ്ടായ പ്രവർത്തന രീതികൾ, അതായത് എങ്ങനെ ശൈത്യകാലത്ത് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം എന്നുണ്ടായിട്ടുള്ള ഉണ്ടായ മാറ്റങ്ങളെല്ലാം തന്നെ, അതായത് ഈ ശൈത്യകാലത്ത് തീർച്ചയായിട്ടും അറിയാം വലിയ മൂടൽമഞ്ഞും അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും എല്ലാം കൂടി പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്തത്. കാര്യം വിമാനത്താവളത്തിന് ഇപ്പോൾ പൂനെയിലും ഡൽഹിയിലും സംഭവിച്ച പോലെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിലും അങ്ങനെ ഉണ്ടായ ഇഷ്യൂസ്, അങ്ങനെ ഒരു നിരവധി ഇഷ്യൂസ് ഇതിൻ്റെ പിറകെ ഒരു നിരന്തരമായിട്ട് ഉണ്ടായതോടും കൂടിയും തീർച്ചയായിട്ടും ഇതിലൊരു വലിയ രീതിയിലുള്ള ഒരു താളപ്പിഴവ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം ഈ സമയപരിധി ഇങ്ങനെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ ഇത്രയും സർവീസ് നടത്തിയ വലിയ നെറ്റ്വർക്കുള്ള വിമാന ശൃംഖലയായ ഈ പറയുന്ന പോലെ ഇൻഡിഗോയ്ക്ക് അതിനനുസരിച്ച് ക്രമീകരിക്കാനുള്ള ഒരു ടൈമിംഗ്, അല്ലെങ്കിൽ അത് ക്രമീകരിക്കാൻ അവർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പക്ഷേ ഈ പറയുന്ന പോലെ എയർ ഇന്ത്യ, ആകാശ എയർലൈൻസ്, വിസ്താര ഇങ്ങനെ പറയുന്ന എയർലൈൻസുകളെല്ലാം തന്നെ താരതമ്യേന ഈ പറയുന്ന പോലെ ഇൻഡിഗോയുടെ അത്ര സർവീസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന റോസ്റ്റർ റൂളുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ അനുസൃതമായിട്ട് അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ
ഈ പ്രശ്നത്തിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നിരവധി സർവീസുകൾ, 1000-ൽ പരം സർവീസുകൾ ക്യാൻസൽ ആകുക, അതായത് ഏകദേശം 200ഓളം വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുകയും 100ഓളം വിമാനങ്ങൾ ടൈമിംഗ് തെറ്റുകയും അങ്ങനെ നിരവധി 1000-ഓളം സർവീസുകൾ ക്യാൻസലാകുകയും ലക്ഷക്കണക്കിന് ഈ പറയുന്ന പോലെ യാത്രക്കാരെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ബാധിക്കുന്നതിന് കൊണ്ട് പ്രശ്നം എന്തുണ്ടായെന്ന് വെച്ചാൽ മറ്റ് വിമാന കമ്പനികൾ ഇത് മുതലെടുത്തുകൊണ്ട് എമൗണ്ടുകൾ കുത്തനെ കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ വ്യോമയാന മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി ഈ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഈ എമൗണ്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനെതിരെ അതായത് ഈ പറയുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയന്ത്രണം കൊണ്ടുവന്നു. അത് 500 കിലോമീറ്റർ ദൂരപരിധിക്ക് വരെ ഏകദേശം 7500-ഉം 500-നും 1000-നും ഇടയ്ക്ക് ദൂരപരിധി ഉള്ളതിന് 12,000 രൂപയും 1000-നും 1500 കിലോമീറ്റർ ദൂരപരിധിക്ക് ഇടയിലുള്ളത് ഏകദേശം 15,000 രൂപയും 1500-ന് മേളിൽ 18,000 രൂപയും അങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസലായ വിമാന ടിക്കറ്റുകളുടെ റീഫണ്ട് തന്നെ ഡിസംബർ 7-ന്, അതായത് സൺഡേക്ക് നൈറ്റിന് മുമ്പ് തന്നെ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണമെന്നും ഈ നഷ്ടപ്പെട്ടു പോയ ബാഗേജുകൾ, അതായത് ലഗേജുകളെല്ലാം തന്നെ 48 മണിക്കൂറിനുള്ളിൽ അതാത് കസ്റ്റമറിൻ്റെ, അതായത് യാത്രക്കാരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണമെന്നും എല്ലാം ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം എല്ലാം പ്രാവർത്തികമാവുമെന്ന് നമുക്ക് ഇത് കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ ഇനി റീഷെഡ്യൂളുകൾ ചെയ്യുന്നതിന് പ്രത്യേക ചാർജുകൾ ഈടാക്കരുതെന്നും ഉള്ള ഓർഡറുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെയാണ് അതുപോലെ ഈ കുത്തനെ ഉണ്ടാകുന്ന വർധനവ്, അതായത് മറ്റ് എയർലൈൻസ് എല്ലാം ഇങ്ങനെ കുത്തനെ എമൗണ്ട് വർദ്ധിച്ചപ്പോൾ അതിനെതിരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വലിയ വിമാന ശൃംഖല അല്ലെങ്കിൽ ഒരുപാട് സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോയെ പോലെയുള്ള വിമാന സർവീസുകൾക്ക് ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് തീർച്ചയായിട്ടും മാറാൻ കഴിയാത്തത് ഇത്രയും സർവീസുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ സർവീസുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് FDTL പോലെയുള്ള ഓരോ റൂളുകൾക്ക് ഒരു ഇളവ് വരുന്നതിന് വേണ്ടി ഇൻഡിഗോ ഈ പറയുന്ന പോലെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അങ്ങോട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് കണ്ടു തന്നെ അറിയാം.